ഹായ് ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ പവിത്രം സീസൺ 2 ഇന്നത്തെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പൊ നല്ലൊരു ഗുഡ് മോർണിംഗ് തന്നെ ആദ്യം ആയിക്കോട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ വേദയുടെയും വിക്രത്തിന്റെയും നമ്മുടെ ഗൗരിമോളുടെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കല്ലേ. നമ്മുടെ വീഡിയോസ് ഒക്കെ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്ത് തരാം. അങ്ങനെ നമ്മുടെ വിക്രം തൻ്റെ സ്വന്തം മകളുടെയും അതുപോലെ വേദയുടെ അടുത്ത് എത്താൻ പോവാണ് അല്ലെ. നമ്മള് പ്രൊമോയും അപ്കമിങ് റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഗൗരിക്കുട്ടിക്ക് സ്വന്തം അച്ഛന്റെ കൂടെയാണ് ഇനിയുള്ള കുറച്ച് നാളുകൾ അല്ലെ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാം എന്താവും എന്നുള്ളതൊക്കെ. അപ്പോ തരുൺ ഇനി ഈ സത്യങ്ങളൊക്കെ അറിയുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. ഉടനെ തന്നെ അറിയാൻ വഴി എന്തായാലും ഇല്ല. അങ്ങനെ നമ്മുടെ വിക്രം നമ്മുടെ ആൻഡ്രൂ സാറ് പറഞ്ഞതുപോലെ തരുൺ സാറിന്റെയും അതുപോലെ അവിടുത്തെ ആ കുട്ടിയെ നോക്കാനായിട്ടുള്ള ഇത് ഏക്കാണ്. കാരണം വിക്രം സമ്മതം പറയാണ്. അപ്പൊ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ, ഈ സമയത്ത് നമ്മുടെ തരുൺ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതായത് വേറൊന്നുമല്ല, തരുണിന്റെ പ്രൊവിഷനും അതുപോലെ വേദയുടെ പ്രൊവിഷനും രണ്ടും രണ്ട് രീതിയിൽ ഒരേ ഒരു ലെവലിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ആ ഇതിലോട്ട് മോളുടെ ലൈഫും കൂടെ അതിലോട്ട് ആക്കാൻ തരുണിന് താല്പര്യമില്ല. അതുകൊണ്ട് ഗൗരിക്കുട്ടിയുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ നമ്മുടെ തരുൺ എടുക്കണം. അപ്പൊ വേദയും എല്ലാവരും ഉണ്ടായിരുന്ന സമയത്ത് തന്നെ തരുണിന്റെ അഭിപ്രായം പറയണ, അതായത് ഗൗരിമോൾ ഇനി മുതൽ ഇവിടെ തന്നെ നാട്ടിൽ തന്നെ ഒരു സ്കൂളിലോട്ട് ചേർക്കാനായിട്ട് പോവാണ് എന്നുള്ളത്. അപ്പൊ വേദ ചോദിച്ചു, അങ്ങനെ ആയാൽ കഴിഞ്ഞാൽ എങ്ങനെയാ, നമുക്ക് രണ്ടുപേർക്കും നിൽക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ എന്ത് ചെയ്യും എന്നുള്ളത്. അതെ, അവളുടെ കാര്യത്തിൽ അവളെ നോക്കാനായിട്ട് ഒരു ബോഡി ഗാർഡ് ഒരാളെ ആക്കിയിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ ഇതൊക്കെ ഗൗരിമോള് കേൾക്കുന്നുണ്ട്, അച്ഛനും അമ്മയും തമ്മിൽ സംസാരിക്കുന്നത്. അപ്പൊ തരുണിന്റെ അമ്മയും അടുത്ത് തന്നെ ഉണ്ട്. അപ്പോ തരുണിന്റെ ഈ തീരുമാനം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ വേദ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും, ആരെ അയക്കുന്നത്? അപ്പം പറയുന്നുണ്ട്, ഒരാള് എനിക്കറിയാവുന്ന നമുക്ക് അത്രയും വിശ്വസ്തമായിട്ടുള്ള ഒരാളെ തന്നെയാണ് ഞാൻ ഏൽപ്പിക്കുന്നത് എന്ന് പറയും. അപ്പോഴേക്കും വേദ പറയും, നമുക്ക് ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയാതെ ഒരു പെൺകുട്ടിയെ നമ്മൾ എങ്ങനെയാണ് ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്, അങ്ങനെ നമുക്ക് പറ്റുമോ എന്ന് വേദ ഇപ്പൊ ചോദിച്ചു. വേദ തരുണിന്റെ കൂടെ തട്ടി കയറുകയാണ്. അത് ശരിയാവില്ല, ഒരിക്കലും അത് ശരിയാവുന്ന കാര്യമല്ല. അപ്പൊ തരുൺ പറഞ്ഞു, അതെ, എനിക്ക് പറയാനുള്ള കാര്യം മുഴുവനായിട്ടൊന്ന് കേൾക്കുക. എൻ്റെ മോളുടെ കാര്യത്തിൽ എനിക്കറിയാം, എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട, ഞാൻ അങ്ങനെ എവിടെയെങ്കിലും കിടക്കുന്ന ഒരാളെ അല്ല ഉണ്ടാക്കുന്നത്. എൻ്റെ മോളുടെ കാര്യത്തിൽ അത്രയും ഉത്തരവാദിത്വം, അത്രയും മോക്ക് സേഫ്റ്റി ആയിട്ടുള്ള ഒരാളെയാണ് ഞാൻ ആക്കുന്നത്. അങ്ങനെ കണ്ട ആപ്പോപ്പുകളൊന്നും അല്ല ആക്കുന്നത്. പിന്നെ എന്നിട്ട് അപ്പോഴേക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഗൗരിമോള് വന്നിട്ട് പറഞ്ഞു, അതെ, നിങ്ങൾ രണ്ടുപേരും എൻ്റെ കാര്യമാണ് സംസാരിക്കണേന്നുള്ളത് അറിയാം, എന്താണ് എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും തരുൺ പറയാം, ആഹാ, നീ മിടിക്കുകയാണല്ലോ, നിന്റെ കാര്യമാണെന്ന് നിനക്ക് മനസ്സിലായോ, പിന്നെ ഇല്ലാണ്ട് അച്ഛൻ എൻ്റെ കാര്യം സംസാരിക്കണേന്ന് പറയും. വേദയുടെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കണം. അത് നമ്മുടെ തരുണിന്റെ അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. കാര്യം വേറൊന്നുമല്ല, എന്ന് വെച്ചാ സ്വന്തം മോളുടെ കാര്യത്തില് ഒരു ഒട്ടും തന്നെ ഒരു തീരുമാനം എടുക്കാൻ പോലും വേദക്കില്ല. തരുൺ എന്ത് തീരുമാനിക്കണം അതങ്ങ് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം. വേദയ്ക്ക് അതൊരു വല്ലാത്ത മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തരുൺ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അതായത് കുഞ്ഞിനെ നോക്കാനായിട്ട് ഒരു പ്രൊട്ടക്ഷൻ ചെയ്യാനായിട്ട് ഒരാളുണ്ടാകും എന്നുള്ള രീതിയിലാണ് പറയണത്. അപ്പൊ വേദ അത് എതിർത്തോണ്ട് തന്നെ ഇരുന്നു, അത് ശരിയാവില്ല, അങ്ങനെയാണ്. അപ്പോഴേക്കും നമ്മുടെ മോള് പറയും, അതെ, നിങ്ങൾ രണ്ടുപേരും എവിടെയാണോ അവിടെ മോള് നിൽക്കുള്ളൂ, അവിടെ സ്കൂളുണ്ടല്ലോ അച്ഛാന്ന് പറയാം. അപ്പൊ തരുൺ പറയാം, അങ്ങനെയല്ല മോളെ, മോക്ക് ഇവിടെയാ കുറച്ചും കൂടെ നല്ല രീതിയും നല്ല സ്കൂളും ഒക്കെ ഉണ്ടാകുന്നത്, ഇതിന്ന് നല്ല സ്കൂൾ അവിടെ ഉണ്ടല്ലോ അച്ഛാ, പിന്നെ എന്താ എന്നൊക്കെ പറഞ്ഞ് മോളിങ്ങനെ പിണക്കം കൂടി നടക്കുകയാണ്. ആ സമയത്ത് തരുണിന്റെ അമ്മ അപ്പോഴേക്കും വേദയും പോകട്ടോ, കുഞ്ഞിനെയും കൊണ്ട് വേദയും പോവാ. അപ്പൊ തരുണിന്റെ അമ്മ ചെന്നിട്ട് പറ, അതെ, നീ നിന്റെ തീരുമാനം എടുക്കുന്നതിൽ എനിക്ക് അഭിപ്രായങ്ങളൊന്നുമില്ല, നീ എന്ത് തീരുമാനം എടുത്താലും അമ്മയ്ക്ക് സമ്മതമുള്ളൂ. പക്ഷെ ചില കാര്യങ്ങൾ നീ ഒരു അഭിപ്രായങ്ങൾ ചോദിക്കണം. കാരണം ഇത്രയും നാളും നീ പറയുന്നുണ്ട് നിന്റെ മോളെന്ന്, നിന്റെ മോളെ ഇത്രയും നാളും വളർത്തിയതിന്റെ ഒരു ഉത്തരവാദിത്വം അവക്കും കൂടെ ഉണ്ട്, വേദയ്ക്ക്. നീ എല്ലാം അങ്ങ് നിഷേധിച്ച് കളയല്ലേ ആ തരുണേന്ന് പറയാം. അപ്പൊ തരുൺ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ വേദ ഇതിലധികം അഭിപ്രായം പറയേണ്ടെന്ന് പറഞ്ഞു പോയതാ അമ്മേ, അല്ലാണ്ട് മറ്റൊന്നുമല്ല, എന്നാലും നീ പറഞ്ഞ് ശരിയായില്ല എന്ന് പറയും. അങ്ങനെ നമ്മുടെ തരുൺ വേദയുടെ അടുത്ത് ചെന്നിട്ട്, അതെ, ഞാൻ പറഞ്ഞത് പെട്ടെന്നുള്ള ഒരു ഇതുകൊണ്ടല്ല വേദ, എനിക്ക് പറയാനുള്ള കാര്യം കൂടെ ഒന്ന് കേൾക്കുക. കാര്യം വേറൊന്നുമല്ല, നമ്മൾ രണ്ടുപേരും രണ്ട് തലത്തിൽ പോകും നമ്മുടെ ജോലി നോക്കി, പക്ഷെ മോളുടെ കാര്യം അങ്ങനെയല്ല, ഉത്തരവാദിത്വപ്പെട്ട ഒരാളെ ഏൽപ്പിക്കണം വേദ. അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചതിൽ കുറച്ച് ഹാർഷായിട്ട് സംസാരിച്ചു. കാരണം വേദ പല പ്രാവശ്യമായിട്ട് ഫുൾ ഒരു അധികാരം എടുക്കുമ്പോൾ എനിക്കതൊരു ഒരു ബുദ്ധിമുട്ട് പോലെ, മീൻസ് അങ്ങനെയല്ല, എൻ്റെ രാധികയുടെയും കുഞ്ഞാണ്.
അപ്പൊ ആ ഒരു ഇതിലാണ്. പക്ഷെ വേദ ചില സമയം ഓവറായിട്ട് അത് പിന്നെ വേദയ്ക്ക് എന്നെ ജീവിതത്തിൽ അത് ബുദ്ധിമുട്ടാകും. വേദ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം സ്വന്തം കുഞ്ഞിന്റെ കാര്യമാണ്. എത്രയാണെങ്കിലും പ്രസവിച്ച അമ്മ എന്റെ രാധികയല്ലേ, എന്റെ കുഞ്ഞിന്റെ അമ്മ രാധികയല്ലേ എന്നൊക്കെയാണ് നമ്മുടെ തരുൺ പറയണത്. തന്റെ കുഞ്ഞു പോലും അല്ല ഇത്, സ്വന്തം വേദയുടെയും വിക്രമിന്റെയും കുഞ്ഞാണ് എന്ന സത്യം നമ്മുടെ തരുണിന് അറിയാനും അറിയത്തുകൂടിയില്ല. അപ്പൊ അതുകൊണ്ട് വേദ ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ തരുൺ കുറച്ചു നേരം സംസാരിച്ചിട്ട് അങ്ങനെ പോകുമ്പോഴത്തേക്ക് മോള് വരും. അപ്പൊ നമ്മുടെ വേദ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചാൽ തന്റെ സ്വന്തം കുഞ്ഞായിട്ട് കൂടി തനിക്ക് ആ ഒരു സ്വാതന്ത്ര്യം തന്റെ കുഞ്ഞിനോട് പോലും, കുഞ്ഞിന്റെ സേഫ്റ്റിയുടെ കാര്യത്തിൽ പോലും തനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയല്ലോ എന്നുള്ളതാണ്. ജോലി അതൊരു വശത്ത്, മോളുടെ കാര്യം ഒരു വശത്ത്, എല്ലാം കൊണ്ടും വേദയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ വേദ ഇങ്ങനെ ചിന്തിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഗൗരിമോള് വരെയാണ്. ഗൗരിമോള് വന്നിട്ട് അമ്മ എന്തിനാ കരയണേ, അച്ഛൻ വഴക്കു പറഞ്ഞോ എന്നൊക്കെ ചോദിക്കും. ഒന്നുമില്ല എന്ന് പറയും. അമ്മ ഇങ്ങോട്ട് പറഞ്ഞ അച്ഛനെ കൊണ്ട് ഞാൻ മാപ്പ് പറയിക്കും. കാരണം എന്റെ അമ്മ കള്ളനല്ലല്ലോ. അച്ഛൻ പോലീസാണെങ്കിൽ കള്ളന്മാരെയല്ലേ വഴക്ക് പറയേണ്ടത്, എന്റെ അമ്മയെ വഴക്ക് പറയണ്ട. അങ്ങനെ ഗൗരിക്കുട്ടി നേരെ ചെന്നിട്ട് തരുണിന്റെ അടുത്ത് പറയും, എന്റെ അമ്മ എന്തിനാ വഴക്ക് പറഞ്ഞത്, അച്ഛന് എന്നോട് ഒരു സ്നേഹവും ഇല്ല. എന്നെ വേറെ സ്കൂളിൽ ഇവിടെ ആക്കണമെന്നല്ല അച്ഛൻ പറഞ്ഞ്, നിങ്ങളെ കൂടെ കൊണ്ടുപോകണ്ട. പക്ഷെ എന്റെ അമ്മയ്ക്ക് എന്നോട് സ്നേഹം, അച്ഛന് എന്നോട് ഒരു സ്നേഹവും ഇല്ല. അതെ, എന്റെ അമ്മ വഴക്ക് പറഞ്ഞതിന് അച്ഛൻ സോറി പറയണം. അപ്പോഴേക്ക് തരുൺ പറഞ്ഞേ, അമ്മ കരഞ്ഞത് ഞാൻ വഴക്ക് പറഞ്ഞിട്ടല്ല, മോളെ ഇവിടെ നിർത്തിയിട്ട് പോകുന്നതിന്റെ സങ്കടം കൊണ്ട് കരഞ്ഞ. ശരിക്കും മോൾ എന്തിനാ ഇവിടെ നിർത്തണേ, മോളെ നോക്കാനും മുത്തശ്ശിയുണ്ട്, പിന്നെ നമ്മുടെ സർവൻസ് ഉണ്ട്, അവരൊക്കെ ഉണ്ടല്ലോ, പിന്നെ വീക്കെൻഡ് അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ വരില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇവര് മോള് സംസാരിച്ചിട്ട് വേദിയുടെ അടുത്ത് കൊണ്ട് തരുണിനെ കൊണ്ട് മാപ്പൊക്കെ പറയിപ്പിക്കുക കേട്ടോ. അപ്പൊ ആ സീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ തരുൺ ആൻഡ്രൂസിനെ വിളിക്കുന്നുണ്ട്. അതായത് വിക്രം വരും എന്നുള്ള കാര്യം ഉറപ്പല്ലേ എന്ന് ചോദിച്ചിട്ട്. എന്നിട്ട് അന്നേ ദിവസം രാത്രി വേദിയോട് ചെന്നിട്ട് തരുൺ പറയുന്നുണ്ട്, എടോ ഞാൻ എപ്പോഴും തന്നോട് ഒരു ഇടയ്ക്ക് ഹാർഷായിട്ട് എന്നെ സംസാരിക്കുന്ന അത് അങ്ങനെ ആയിപ്പോയി, എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. എൻ്റെ മോളെ കൂടെയുള്ള എൻ്റെ അമിതമായ സ്വാതന്ത്ര്യം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. തനിക്കറിയാലോ, എൻ്റെ മോള് ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ. പക്ഷെ താന് ഒന്ന് ഓർക്കണം, നമ്മുടെ ജോലിയും പിന്നെ നമുക്കുള്ള ശത്രുത എൻ്റെ മുകളിലോട്ട് ഒരു നിഴല് പോലും അടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് താൻ അവളെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിപ്പിക്കണം, തനിക്കേ പറ്റുള്ളൂ. ഞാനോ തരുൺ, അതെ താൻ തന്നെ പറയണം, താൻ ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് മനസ്സിലാവും എന്ന് പറയണം. അങ്ങനെ വേദ വിക്രമുമായിട്ട് തന്നെ ചെന്ന് ഗൗരി മോളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയണം. മോള് പഠിച്ച് നല്ല കുട്ടിയാവണം, പിന്നെ അമ്മയും അച്ഛനും വീക്കെൻഡ് വരുമ്പോൾ മോളുമായിട്ട് പുറത്തൊക്കെ പോകും, പിന്നെ മോൾക്ക് പുതിയ സ്കൂളും പുതിയ ഫ്രണ്ട്സും ഒക്കെ വേണ്ടേ, അതുകൊണ്ട് അതെല്ലാം വേണം. എൻ്റെ മോള് നല്ല കുട്ടിയായിട്ട് പഠിച്ച് അച്ഛനും അമ്മയും പറയും പോലെയൊക്കെ കേൾക്കണം കേട്ടോ. പിന്നെ തിങ്കളാഴ്ച അമ്മ കൊണ്ടാക്കും, അത് കഴിഞ്ഞ് ചൊവ്വ, അങ്ങനെയൊക്കെ ഈ ആഴ്ചത്തെ ഓരോ കൊണ്ടാക്കുന്നതും വിളിക്കാൻ വരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഗൗരിക്കുട്ടി ഒരു ഇതൊക്കെ സമ്മതിച്ചു കേട്ടോ. ഈ സ്കൂളിൽ ചേരാന്നും ഇവിടെ നിന്നോളാന്നൊക്കെ സമ്മതിച്ചു. അങ്ങനെ തരുണിന് സമാധാനാവേണ്. അങ്ങനെ ഈ സമയം നമ്മുടെ വിക്രം നാളെ രാവിലെ പുതിയ ജോലിക്കായിട്ട് ഗൗരിമോളെ നോക്കാനായിട്ടുള്ള ഒരു ഇതിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ആൻഡ്രൂ സാർ വിളിച്ച എല്ലാ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സെറ്റിൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അന്നേ ദിവസം രാത്രി വിക്രം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് വേദിയെക്കുറിച്ചും താനും വേദിയായി ഒരുമിച്ചുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ അവരെ കൂടെ അടുത്ത് താമസിക്കുന്ന മറ്റേ ഒരു നെയ്ബേഴ്സ് ഉണ്ടല്ലോ വാടകയ്ക്ക്, അപ്പൊ ആമി വരുന്നുണ്ട്. ആ കുട്ടിക്ക് ഒരു ചെറിയൊരു രോഗമുണ്ട്. അതായത് ഒരു 3-4 മാസം ചിലപ്പോൾ നല്ല നോർമൽ മൈൻഡും നല്ല ഇതായിരിക്കാം, പിന്നെ ഒരു 6 മാസം ചിലപ്പോൾ ഒരു ഡിപ്രഷൻ ലെവലിലോട്ട് പോകുന്ന അങ്ങനത്തെ ഒരു രോഗം ആ പെൺകുട്ടിക്കുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ എന്തായാലും നല്ലൊരു രീതിയും നല്ലൊരു ഇതൊക്കെ ആയിട്ടുള്ള സമയമാണ്. അങ്ങനെ ആമിയും വിക്രമും കൂടെ സംസാരിക്കുന്നുണ്ട്. ആമി നല്ല നല്ല ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന കുട്ടിയാണ്. അപ്പം ആമി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ രാത്രി ഉറക്കമില്ലാണ്ട് എന്താണ് വിക്രം സാർ എത്രയും കിടന്ന് ചിന്തിക്കണേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഇരിപ്പുണ്ട്. ഈ സമയത്ത് നമ്മുടെ വിക്രം പറഞ്ഞു,
ഒന്നുമില്ല. അതെ, എന്റെ വിഷമങ്ങളൊന്നും ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. വിക്രം സാറിന്റെ വിഷമങ്ങൾ എന്താണെന്നൊന്ന് ഇങ്ങോട്ട് പറയാം. ഞാൻ വേണമെങ്കിൽ ഗസ് ചെയ്യാം. ഇപ്പൊ മിക്കവാറും വിക്രം ആലോചിച്ചത് വേദിയെ കുറിച്ചല്ലേ എന്ന് ചോദിക്കും. അപ്പം വിക്രം പെട്ടെന്ന് ഞെട്ടി ആമിയുടെ മുഖത്ത് നോക്കിയാണ്. അതെ, വേദിയെ കുറിച്ചാണ്. കാരണം അവര് ആ വയനാടൊക്കെ താമസിച്ചിരുന്ന സമയത്ത് അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങളും അവരുടേതായിട്ടുള്ള ജീവിതങ്ങളും അവര് സ്വപ്നം കണ്ട അവരുടെ കുഞ്ഞ് ഒരു പക്ഷേ ഇപ്പോ അന്നൊരു കുഞ്ഞ് ജനിച്ചിരുന്നുവെങ്കിൽ ഇപ്പൊ ആ കുഞ്ഞിന് 5 വയസ്സ്. അപ്പൊ ആ 5 വയസ്സുള്ള ഏകദേശം പ്രായമുള്ള ഒരു കുട്ടിയാണ് ഞാൻ നാളെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചതാടോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് വിക്രം ആമിയോട് ചോദിക്കുന്നത്, തനിക്ക് എന്താണ് വിഷമം ഇത്രയും വലിയ? അപ്പോഴേ ചോദിക്കും, ഏയ് ഒന്നുമില്ല, അതൊന്നും പറഞ്ഞാലൊന്നും ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന കഥയല്ല വിക്രം എന്ന് പറയും. അതെ, അല്ല എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പം പറയാം, അപ്പോഴും ആ രോഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് ആമി ചിരിച്ചുകൊണ്ടാ പോകുന്നുട്ടോ. അപ്പം വിക്രമിന് എന്തോ ആമിയോട് പാവം തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു രോഗം, അതായത് ഒരു വർഷത്തിൽ തന്നെ പകുതി മാസം നോർമലി നിന്നിട്ട് പിന്നെ പകുതി മാസം ഒരു ചിന്തയോ ഒന്നുമില്ല, ഒന്നീ ഉറക്കം അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ അടിച്ച അവസ്ഥ, അങ്ങനത്തെ ലെവലിലോട്ട് പോകുന്ന ഒരു രോഗം. അപ്പൊ അത് കേട്ടപ്പോ നമ്മുടെ വിക്രത്തിനും ഒരു വിഷമമാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വിക്രം പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ മാഷ് ചില കാര്യങ്ങളൊക്കെ വിക്രമിനെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. അതായത് നീ അവിടെ പോകുമ്പോൾ ആ സാറിന്റെ പറയുന്ന കാര്യങ്ങളൊക്കെ നീ അനുസരിക്കുക. കുട്ടിയുടെ പ്രൊട്ടക്ഷൻ അത് മാത്രം, അല്ലാണ്ട് ഓവറായിട്ട് കുട്ടിയെ ആയിട്ട് സ്നേഹം വന്ന് പിന്നെ അത് മനസ്സിൽ കയറി അത് പിന്നെ വേർപിരിയാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് വരും. അപ്പൊ അതുകൊണ്ട് മോൻ എല്ലാം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി വേണം ചെയ്യേണ്ടത്. പിന്നെ പിന്നെ സാറ് പിന്നൊരു കാലത്ത് നിന്റെ മറ്റൊരു ശ്രീനിവാസൻ സാറ് ആവരുത്, അത് നീ എപ്പോഴും ചിന്തിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വിക്രം പറയുന്നുണ്ട്, എനിക്കറിയാം അച്ഛൻ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പൊ മാഷി പറയുന്നുണ്ട്, അതെ ഞാൻ നിന്റെ ശ്രീനി സാറിനെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നീ ഏറ്റവും കൂടുതൽ നിന്റെ ജീവിതത്തിൽ അയാൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ച് തീർത്തിട്ടുള്ളത്. അപ്പൊ അത് ആ ഒരു അവസ്ഥ ഇനി വരരുത്. അപ്പൊ വിക്രം പറഞ്ഞു, എനിക്കറിയാം അച്ഛാ, എന്റെ ജീവിതത്തിൽ ഇനി ഒരു ലക്ഷ്യമേ ഉള്ളൂ, എന്റെ വേദയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക, അവളെ കണ്ടെത്തി നമുക്ക് ഒരുമിച്ചുള്ള ഒരു ജീവിതം, അതാണ് അച്ഛാ എന്റെ മനസ്സിലെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ മാഷ് പറയുന്നുണ്ട്, ഓക്കെ, ആ ഒരു കാര്യം എപ്പോഴും എൻ്റെ മോൻ്റെ മനസ്സിലുണ്ടാകണം, ആ ഒരു ചിന്തയോടുകൂടി വേണം മോൻ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ഗൗരി മോളുടെ സ്കൂളിൽ നിന്ന് നമ്മുടെ പാരൻസിനെ വീട്ടിലോട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ വേദയാണ് ചെല്ലുന്നത്. അങ്ങനെ വേദ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഗൗരിയുടെ ക്ലാസ്സിൽ നടന്ന ചില സംഭവങ്ങളൊക്കെ ടീച്ചേഴ്സ് പറയുന്നുണ്ട്. അതായത് അവിടെ ക്ലാസ്സിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ സ്കെച്ച് പെന്നിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് ബഹളം ഉണ്ടാക്കി. അപ്പൊ ആ പെൺകുട്ടി കിടന്ന് കരഞ്ഞു. അപ്പൊ ആദ്യമൊന്നും ഗൗരി നോക്കിയില്ല. അപ്പൊ ഒരു ഫ്രീ ടൈം ആയിരുന്നു, അപ്പൊ മിസ് ഇല്ലായിരുന്നു ക്ലാസ്സിൽ. ആ ടൈമിൽ ഗൗരി നോക്കുമ്പോൾ ആ പെൺകുട്ടി കുറെ നേരമായി കരയണു ആ സ്കെച്ച് പെന്നിന് വേണ്ടിയിട്ട്. അങ്ങനെ ആ പെൺകുട്ടിയെ വിളിച്ചോണ്ട് പോയിട്ട് ആ പയ്യന്റെ അടുത്ത് ചെന്നിട്ട് അവനെ വഴക്ക് കുറേ ഇടി കൊടുക്കുകയും ഭയങ്കരമായിട്ട് സ്റ്റണ്ട് തന്നെ നടത്തുകയാണ്. അങ്ങനെ അതായത് നമ്മുടെ വിക്രമിന്റെ തനി നേച്ചറാണ് ഗൗരി മോള്. അനീതിയെ ചോദ്യം ചെയ്യാതിരിക്കാൻ ഗൗരിക്കുട്ടിക്കും കഴിയില്ല. എവിടം വരെ ശരിയുണ്ടോ ആ ശരി വരെയും പോകുന്ന സ്വഭാവമാണ് നമ്മുടെ വിക്രമിൻ്റെത്. ആ സ്വഭാവം അതേപടി നമ്മുടെ ഗൗരിക്കുട്ടിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ കാര്യം നമ്മുടെ വേദയോട് പറയുന്നത്, സത്യം പറഞ്ഞ വേദയ്ക്ക് കേട്ടപ്പോ ഒരു നിമിഷം ഒരു ചിരിയാ വന്നത്. അപ്പൊ അവര് പറയുന്നുണ്ട്, മാഡം മാഡത്തെ പോലെയും സാറിനെ പോലെയുള്ള ഒരു നിങ്ങളുടെ മുന്നിൽ കുട്ടിയെ കുറിച്ച് കുറ്റമായിട്ട് പറഞ്ഞതല്ല, എങ്കിൽ ഇപ്പോഴത്തെ പാരന്റ്സ് മറ്റ് പാരന്റ്സിന്റെ അവസ്ഥയും കൂടെ നമ്മൾ ചിന്തിക്കണം. കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞാൽ പിന്നെ അതൊരു സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് അതൊക്കെ വലിയ ഇതാ, അപ്പൊ നമ്മുടെ സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഗൗരിമോളുടെ കാര്യത്തില് മാഡം പ്രത്യേക ഒരു ശ്രദ്ധ തന്നെ വെക്കണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ പ്രിൻസിപ്പൾ ചോദിക്കുന്നുണ്ട്, ഗൗരിയുടെ അച്ഛനും ഇതേ ക്യാരക്ടറൊക്കെ തന്നെയാണോ, പെട്ടെന്ന് തെറ്റ് കണ്ടാൽ അത് ചോദ്യം ചെയ്യാനൊക്കെ? അപ്പൊ വേദ പറഞ്ഞു, ആ സെയിം ക്യാരക്ടർ തന്നെ, പക്ഷെ ഇനി മുതൽ ഗൗരിമോളുടെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു തെറ്റുണ്ടാകാണ്ട് ഞാൻ വാക്ക് തരാം, ഞാൻ ഉറപ്പ് തരാന്ന് പറഞ്ഞു. ഓക്കെ 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 മേഡം എന്ന് പറഞ്ഞ് അവര് സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതേ സമയം നമ്മുടെ തരുണിന്റെ അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ, തരുണിന്റെ അമ്മ മൊത്തത്തില് ആളാകെ അങ്ങ് മാറിയിട്ടുണ്ട്. കാരണം അവരുടെ ഇപ്പോഴത്തെ മനസ്സിലൊരാഗ്രഹം വേദമോൾക്ക് ഗൗരിമോൾക്ക് അച്ഛനും അമ്മയും വേണം. ആ സ്ഥാനത്ത് തരുണും വേദയും
തന്നെയാണ് വേണ്ടത് എന്നൊരു ആഗ്രഹമാണ് നമ്മുടെ തരുണിന്റെ അമ്മയുടെ മനസ്സിലുള്ളത് കേട്ടോ. അപ്പൊ ഏകദേശം നമ്മുടെ വിക്രം ഇനിയിപ്പോ പിറ്റേ ദിവസം രാവിലെ വരാനുള്ള ഒരു ഇതാണ്. അപ്പം കുട്ടിയുടെ കാര്യത്തിൽ സ്കൂളിൽ ചേർക്കുന്ന കാര്യങ്ങളും എല്ലാം അവർ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വിക്രം നല്ല അടിപൊളിയായിട്ട് വേറൊരു പുതിയൊരു മുഖത്തോടു കൂടിയാണ് നമ്മുടെ വിക്രം ലാൻഡ് ചെയ്യുന്നത്. താടിയൊക്കെ എടുത്ത് കളഞ്ഞ് ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി ആകെ ടോട്ടലി ഒരു ചേഞ്ച് ആയിട്ടുള്ള ഒരു വിക്രമിനെയാണ് നമ്മൾ ഇനി മുതൽ കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ വിക്രം രാവിലെ തന്നെ അച്ഛനോടൊക്കെ യാത്ര പറഞ്ഞിറങ്ങുകയാണ്. അങ്ങനെ വിക്രം പോകുന്നതിൻ്റെയോടൊപ്പം തന്നെ നമ്മുടെ ആമി ഒന്ന് ബസ് സ്റ്റോപ്പിലോട്ട് ഡ്രോപ്പ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആമിയും കൂടെ ആ ബുള്ളറ്റിൽ കയറി ഇറങ്ങുന്നത്. അപ്പൊ ഇറങ്ങി കഴിഞ്ഞിട്ട് ആമി വിക്രമിന്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നല്ല ജോലിയൊക്കെയാണ്, അടിപൊളിയായിട്ട് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് ആമി പറയുന്നുണ്ട്. എന്നിട്ട് ആമി ഒരു ഇമാജിനേഷൻ വിക്രമിനോട് പറയുന്നുണ്ട്. അതായത് ഇന്നൊരു സ്ഥലത്ത് പുതുതായിട്ട് ജോലിക്ക് പോകുന്നില്ല, അവിടെ ചെല്ലണു, ആ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ ഒരു LKG അധ്യാപികയായിട്ട് വേദയെ കാണുന്നു, അങ്ങനെയൊക്കെ. അപ്പൊ വിക്രമും ചിരിക്കുകയാണ്. കാരണം ആമി ഊഹിച്ചിങ്ങനെ പറയുന്ന ഒരു ഇത് കേട്ടിട്ട് അങ്ങനെ വേദയെ കണ്ടുമുട്ടട്ടെ എന്നുള്ളൊക്കെ ഒരു തോന്നലില് നമ്മുടെ ആമിയും പറഞ്ഞതാണ്. അങ്ങനെ വിക്രം വന്നെത്തണം. അപ്പൊ വിക്രം വരുമ്പോ നമ്മുടെ ഗൗരിക്കുട്ടി പുതിയ കുറച്ച് തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ്. അവളുടെ കാർട്ടൂണിലെ ഒരു എന്താ പറയണ ഒരു ഒരു കാർട്ടൂണിലെ ഒരു രാക്ഷസനായിട്ടാണ് നമ്മുടെ വിക്രമിനെ മോൾ ഇമാജിൻ ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ ആ രാക്ഷസം വരുമ്പോഴത്തേക്ക് ഒരു വാട്ടർ ഗണ്ണൊക്കെ വെച്ചിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ വിക്രം ലാൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തരുൺ ചെന്ന് വിക്രമിനെ ഹലോ പറഞ്ഞ് പേരൊക്കെ ചോദിക്കുമ്പോൾ വിക്രം ആൻഡ്രൂ സാറ് പറഞ്ഞതുപോലെ ഒറിജിനൽ നെയിം ഒന്നും പറയാൻ നിന്നില്ല. ജയിൽ പുള്ളി ആയിരുന്നു എന്നോ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വിക്രം വിശ്വം എന്നൊരു പേരാണ് പറഞ്ഞത്. അങ്ങനെ ആ പേര് അവിടെ പറയുന്നുണ്ട്. അങ്ങനെ തരുൺ പരിചയപ്പെടുന്നുണ്ട്. അതിനുശേഷം മോള് വന്ന് വാട്ടർ ഗൺ വെച്ച് ഷൂട്ട് ചെയ്യട്ടോ. അപ്പൊ മോളുടെ കുസൃതിക്ക് കണക്കാക്കി തന്നെ നമ്മുടെ വിക്രമും അതുപോലെ വെടിയേറ്റ് കിടക്കും പോലെയൊക്കെ കിടന്ന് ഭയങ്കര ഒരു ത്രില്ലിങ് എഫക്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മോളുമായിട്ട് കുറേശ്ശെ കമ്പനി ആവുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മോള് കുറേ പണികളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു ഇന്റർവ്യൂ ചെയ്യണം, അച്ഛൻ പോയി വിളിച്ചിട്ട് വാന്ന് പറഞ്ഞ് റൂമിലോട്ട് കൊണ്ടുവരുന്നു. നമ്മുടെ വിക്രമിന് ഗോലിയൊക്കെ ഇട്ടിട്ട് തെന്നി വീഴാൻ പോകുന്ന പോലെ വിക്രം വീഴുന്നുണ്ട്. മോളുടെ ഓരോ കുസൃതികളാണ് കേട്ടോ. പക്ഷെ അതൊക്കെ വിക്രം ഒരുപാട് ഇഷ്ടത്തോട് തന്നെയാണ് അതൊക്കെ സ്വീകരിച്ചത്. അവളുടെ ആ ഒരു കുഞ്ഞു കുറുമ്പും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ അവിടുത്തെ സെർവന്റ് ആയിട്ട് വിക്രം പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ അവര് നമ്മുടെ വിക്രമിന് കോഫിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ചില പൊടി കൈകളൊക്കെ നമ്മുടെ ഗൗരിമോള് കണ്ടുപിടിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, അതായത് ഹോർലിക്സ് മേടിച്ചത് പെട്ടെന്ന് തീർന്നുണ്ട്. അപ്പൊ തരുണിന്റെ അമ്മ ചോദിക്കുന്നുണ്ട്, അല്ല ഇത് 4 ദിവസമല്ലേ മേടിച്ചുള്ളൂ, ഇത് എങ്ങനെ തീർന്നു? അപ്പോ ആ സെർവന്റ് പറഞ്ഞു, അതെ ഗൗരിമോൾ ഇടയ്ക്ക് വന്നിട്ട് കഴിക്കുന്നുണ്ട് അതാന്ന്. അങ്ങനെ ഗൗരിമോൾ ഇത് കേട്ടിട്ട് മൊബൈലില് നമ്മുടെ സെർവന്റ് എടുത്ത് കഴിക്കുന്നത് വീഡിയോ പിടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കാണിച്ച് അവർ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. അതായത് ഇനി മുതൽ എനിക്ക് പാല് തന്ന ഇത് ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. അപ്പം അവർ പറയും, ഇല്ല മോളെ ഇനി പാല് തരില്ല എന്ന് പറഞ്ഞു, ഇത് ആരോടും പറയണ്ട, ഈ വീഡിയോ ആരെയും കാണിക്കുകയും ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞ് ഗൗരിമോളെ സോപ്പിട്ടൊക്കെ എടുക്കുകയാണ്. അതിനുശേഷം ഗൗരിമോളെ സ്കൂളിൽ കൊണ്ടാക്കുന്നുണ്ട്. അപ്പൊ സ്കൂൾ ബസ്സിലാണ് ഗൗരിമോള് പോകുന്നതെങ്കിലും വിക്രം തൊട്ട് പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ബോഡി ഗാർഡ് ഗൗരിമോക്ക് ഉണ്ടാകുമെന്നും, അപ്പൊ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മോള് പറഞ്ഞനുസരിച്ച് വിക്രം തിരിച്ച് വീട്ടിലോട്ട് വരും കേട്ടോ, മോളെ സ്കൂളിൽ വിട്ടിട്ട്. അപ്പൊ തരുൺ വിളിച്ചിട്ട് പറയും, അത് പാടില്ല, എപ്പോഴും ഫുൾ ടൈം അവളെ കൂടെ ഉണ്ടാകണം എന്ന് തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ വേദ വിളിച്ച് അമ്മയുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. തരുണിനെയും വിളിക്കുന്നുണ്ട്. അയാൾ വന്നായിരുന്നോ, എന്തായി, മോളുമായിട്ട് എങ്ങനെ എന്നൊക്കെ നമ്മുടെ വേദ തിരക്കുന്നുണ്ട്. അപ്പം തരുൺ പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, അവക്ക് ഒരു ഭൂതത്തെ പോലെ അവൾ ആ കാർട്ടൂണില് അവളുടെ എതിരാളിയായിട്ടാണ് അവൾ കാണുന്നത്, അതിന്റെ കുറച്ച് ഇതുണ്ട്, ആള് പാവത്താനൊക്കെയാണെന്ന് തോന്നുന്നു എന്നൊക്കെ തരുൺ പറഞ്ഞു. അങ്ങനെ വേദ പെട്ടെന്ന് തന്നെ പോയത് വേറൊന്നുമല്ല, വേദയ്ക്ക് ആ ഓഫീസിൽ നിന്ന് ഒരു കോൾ ഉണ്ടായിരുന്നു. അതായത് ഒരു ഫാക്ടറി തീ പിടിച്ചിട്ട് പെട്ടെന്ന് വരേണ്ടതായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ വേദയും വിക്രമും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച ഒരു പക്ഷേ അന്നേരം നടന്നനെ, ഇനിയിപ്പോ വീക്കെൻഡിലല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ആ രീതിയിൽ പോവാണ്. ഈ സമയം നമ്മുടെ വിക്രമിന്റെ വീട്ടിൽ, അതായത് മാഷിന്റെ വീട്ടില് ഇവിടെ താമസിക്കുന്ന മറ്റേ ആമിയുടെ അച്ഛനുണ്ടല്ലോ, അച്ഛനും മാഷും തമ്മിൽ ഒരു ചായയൊക്കെ കുടിച്ച് അവർ തമ്മിൽ അവരുടെ ഈ മറ്റേ മാഷിന്റെ അടുത്ത് അയാൾ ആമിയുടെ അച്ഛൻ ആമിയുടെ അമ്മ മരിക്കാനുണ്ടായ കാര്യവും ക്യാൻസർ ആയിരുന്നു എന്നും 4th സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു എന്നും, ആമിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അമ്മയെ നഷ്ടപ്പെട്ടത്, അതിൻ്റെ ഒരു ഡിപ്രഷനും കാര്യങ്ങളൊക്കെ മോക്കുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അവൾക്ക് നല്ലൊരു ജീവിതം കൂടെ കൊടുക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് നല്ലൊരു പയ്യനെ കണ്ടെത്തണം. എന്നിട്ട് പതുക്കെ ആമിയുടെ അച്ഛൻ നമ്മുടെ മാഷിനോട് ചോദിക്കുന്നുണ്ട്, അതെ
നമ്മുടെ വിക്രമിന് വേണ്ടിയിട്ട് എൻ്റെ മോളെ ഞാൻ ആലോചിക്കട്ടെ എന്ന്. വല്ലാത്തൊരു ട്വിസ്റ്റ് ചോദ്യമായിപ്പോയി. വിക്രമിന്റെ ജീവിതം എന്താണെന്നോ അല്ലെങ്കിൽ വിക്രം ഈ ജീവിതത്തിൽ ഈ ജന്മത്ത് ആരെ കാത്തിരിക്കണോ എന്നുള്ളതൊന്നും അയാൾക്കറിയില്ലല്ലോ. ആ ഒരു രീതിയിലാണ്. പക്ഷെ ഇയാൾ ആമിയുടെ അച്ഛൻ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ആമി കേൾക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എങ്കിലും ആമി കേൾക്കാത്ത മട്ടില് എന്താ ഇത്ര വലിയ സംസാരം എന്നൊക്കെ ചോദിച്ച് ആമി വരുന്നുണ്ട്. അപ്പോൾ ഒന്നുമില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് മാഷ് കാര്യങ്ങളൊക്കെ പറയാണ്. പക്ഷെ ആമിയുടെ മനസ്സിൽ പെട്ടെന്ന് എന്തായിരിക്കും അച്ഛൻ അങ്ങനെയൊക്കെ ചോദിച്ചത്. വിക്രം എന്ന് പറയുന്നത് വിക്രമിന്റെ ജീവിതത്തിൽ വേദ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. അതിനപ്പുറം ഒരു ചിന്ത വിക്രമിന്റെ ലൈഫിൽ പോലും ഇല്ല. അങ്ങനെ ആമി അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. പക്ഷെ ആമി കേട്ടു എന്നുള്ളത് ആമിയുടെ അച്ഛന് മനസ്സിലായിട്ടില്ല. അപ്പം ആ ഒരു ഇതൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം മാഷിന് ഇതൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ പറയും എന്നൊക്കെ ഉള്ളത്. അങ്ങനെ വിക്രം അന്നേ ദിവസം മോളെ കൂടെ കുറേ നേരം സ്കൂളൊക്കെ വിട്ട് വന്ന് സ്പെൻഡ് ചെയ്ത് പിന്നെ മോള് പാല് കുടിക്കാണ്ടാവുമ്പോൾ തരുണിന്റെ അമ്മ വിക്രത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന് പാല് കുടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മോളെ വേദ വിളിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ കോള് വിക്രമിനെ ഏൽപ്പിക്കാൻ, അതായത് പാല് കുടിച്ചില്ലെങ്കിൽ പിച്ചു എന്ന് പറഞ്ഞു തരുണിന്റെ അമ്മ. മുത്തശ്ശി പറഞ്ഞപ്പോൾ അങ്ങനെ പിച്ചണ്ടാന്ന് അമ്മ പറയാവോ എന്ന് ചോദിച്ച് ആ കോള് കൊണ്ടുവന്ന് വിക്രമിന് കൊടുക്കാനായിട്ട് പോകുമ്പോഴും പെട്ടെന്ന് എമർജൻസി ആയിട്ട് നമ്മുടെ വേദയ്ക്ക് ആരോ കാണാൻ വന്നതുകൊണ്ട് കോള് കട്ടാവുകയാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ വേദയും വിക്രമും തമ്മിൽ ആ ഒരു സമയത്തുള്ള ഒരു സംസാരം വരും. ആ സൗണ്ട് വെച്ച് ചിലപ്പോൾ അവർക്ക് മനസ്സിലായെന്നും വരാം. പക്ഷെ അവിടെയും വിധി വേറൊരു വിളയാടലായിരുന്നു അല്ലെ. അതും ആ ഒരു ഇത് ഒത്തുചേരലും ഉണ്ടായില്ല. അതിനുശേഷം കാണിക്കുന്ന വിക്രം ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുന്നു, രാത്രിയാവുന്നു. അപ്പൊ അവർ മൂന്നുപേരും ആമിയും ആമിയുടെ അച്ഛനും നമ്മുടെ മാഷൊക്കെ ചേർന്നിട്ട് നല്ലതായിട്ട് എന്തോ കാർഡ്സ് ഒക്കെ വെച്ചിട്ട് കളിക്കുകയാണ്. അങ്ങനെ വന്ന ജോലിക്ക് പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇനി മുതൽ വീക്കെൻഡിലേ വരാൻ പറ്റുള്ളൂ. അപ്പൊ മാഷ് ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും എന്നുള്ള കാര്യം ഇച്ചിരി സങ്കടത്തോടെ വിക്രം പറയുന്നുണ്ട്. അപ്പൊ മാഷ് പറഞ്ഞു മോനെ അങ്ങനത്തെ ഒരു ജോലിയാണെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുക. അപ്പം വിക്രം പറയുന്നുണ്ട് അച്ഛാ ആൻഡ്രൂ സാറ് പറഞ്ഞല്ലേ പെട്ടെന്ന് വേണ്ടാന്ന് വെക്കണ്ട, കുറച്ചൊന്ന് പോയിട്ട് എന്തെങ്കിലും ഒഴിവുതിരിവ് പറഞ്ഞ് നമുക്ക് മാറാം എന്നിങ്ങനെ പറയുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ പവിത്രത്തിന്റെ ഒരു ഇന്നത്തെ ഒരു ഏകദേശം ഒരു ഇൻട്രോ ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ വിക്രം സ്വന്തം ഭാര്യയുടെയും മകളുടെയും അടുത്തെത്തുകയും പക്ഷെ അത് സ്വന്തം ഭാര്യയാണ് ആ കുട്ടിയുടെ അമ്മയെന്നും ഈ കുട്ടി എന്ന് പറയുന്ന ഗൗരിമോള് വിക്രമിന്റെ സ്വന്തം ചോരയാണ് എന്നുള്ള തിരിച്ചറിവ് വിക്രമിന് അറിയില്ല. അതാണ് ഇതിൽ വരുന്ന ഒരു വലിയ ട്വിസ്റ്റ്. പിന്നെ നമ്മുടെ ആമിയെ വിവാഹാലോചിച്ച ആമിയുടെ അച്ഛൻ അത് മാഷിനി പറഞ്ഞ അത് കാര്യം എന്താണെന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുമായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു പുതിയ വിശേഷങ്ങളാണ്. ഇതിനിടയിൽ നമ്മുടെ വേദിയെ കാണാൻ വേണ്ടിയിട്ട് മുൻ MLA, തമിഴ്നാട് മുൻ MLA വേദിയെ കാണാൻ വരുന്നുണ്ട് ദേവരാജിന് വേണ്ടിയിട്ട്. പക്ഷേ അതെല്ലാം അതായത് ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ അതെല്ലാം വേദ നിരസിക്കുന്നുണ്ട്. അതായത് തന്നെ അതിന് കിട്ടില്ല. ഇപ്പൊ നിലവിലുള്ള MLA പറഞ്ഞിട്ട് താൻ വഴങ്ങിയിട്ടില്ല. അപ്പോഴാണ് മുൻ MLA ആയിട്ട് വരുന്നത്. അതുകൊണ്ട് അതിനൊന്നും ഈ വേദ വേദ ശങ്കറിനെ കിട്ടില്ല എന്ന് താക്കീത് ചെയ്ത് അവരെ പറഞ്ഞയക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം വേദയുടെയും തരുണിന്റെയും ജീവിതത്തിൽ മോക്കെതിരെ ഒരു വലിയൊരു ആഞ്ഞടി തന്നെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ വിക്രം അതിനെ എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ട്വിസ്റ്റ്. അപ്പോൾ നമ്മുടെ പവിത്രം സീസൺ 2ന്റെ ഇന്നത്തെ 5 എപ്പിസോഡുകളുടെ ഒരു ഇൻട്രോ ആണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.